എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്. ഞാനൊരു ആംബുലൻസിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നേഴ്സാണ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനാണ്. 108 ആംബുലൻസിലാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മാനസികമായിട്ട് ഉണ്ടാക്കിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ഒരുപാട് കേസുകൾ എടുക്കാറുള്ളതാണ്. ആക്സിഡൻറ്റ് കേസ്, എമർജൻസി കേസുകളൊക്കെ നമുക്ക് ഒരുപാട് വരാറുണ്ട്. അതുപോലെ തന്നെ റെഫറൻസ് വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ സഞ്ജീവനി ഹോസ്പിറ്റലിൽ നിന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൽ നിന്നും നമുക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഡോക്ടർ BLS സപ്പോർട്ടുള്ള ആംബുലൻസിന് വേണ്ടി നമ്മളെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കാണ് കേസ് അസൈൻ ആയത്. നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവർ അവിടുന്ന് നമുക്ക് O2 സപ്പോർട്ട് കൂടിയാണ് നമുക്ക് പേഷ്യൻറ്റിനെ കൊണ്ട് തന്നത്. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ ഹിസ്റ്ററി എന്നോട് പറയുന്നുണ്ടായിരുന്നു. പേഷ്യൻ്റ് പെട്ടെന്നൊരു കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതിൻ്റെ തലേ ദിവസം സാച്ചുറേഷൻ ഡൗൺ ആയി ICUയിൽ അഡ്മിറ്റ് ആക്കിയൊരു പേഷ്യൻ്റാണ്. അപ്പോൾ പിന്നെ 75 വയസ്സോളം ഉണ്ട് അമ്മയ്ക്ക്. ചെല്ലമ്മെന്നാണ് ആ പേഷ്യൻറ്റിൻ്റെ പേര്. കൂടെ ബൈസ്റ്റാൻഡേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പൾമിനറി എഡിമ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്ക്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. നമുക്ക് റെഫറൻസ് കിട്ടിയത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു O2 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ശ്വാസമുട്ടലായിട്ട് വന്ന പേഷ്യൻ്റാണ്. O2 മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പേഷ്യൻറ്റിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ പേഷ്യൻറ്റിനെ ഞാൻ ആംബുലൻസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വൈറ്റൽസ് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ വിത്തൗട്ട് O2 ചെക്ക് സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പം 90 ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന്. അങ്ങനെ ഞാൻ O2 2 ലിറ്ററിൽ വെച്ച് പോയി. അപ്പോൾ ഇടയ്ക്ക് പേഷ്യൻ്റ് സാച്ചുറേഷൻ താഴ്ന്നതനുസരിച്ച് നമ്മൾ 2-3 ലിറ്ററിൽ കൂട്ടിയും കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ അത്രയും സേഫോടാണ് നമ്മൾ കോട്ടയം അവിടം വരെ എത്തിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ O2 ട്രോളി ഇല്ലായിരുന്നു. അപ്പോൾ മറ്റുള്ള ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. O2 ട്രോളി ഇല്ല. ഞാൻ നോക്കിയപ്പോൾ O2 ട്രോളി ഇല്ലായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അറ്റൻഡേഴ്സ് ഉണ്ട്. അപ്പം അവിടെ ഒരു അറ്റൻഡർ വന്നു. ഈ വ്യക്തിയോട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു O2 വേണമെന്ന്. അതുപോലെ നമ്മൾ കാഷ്വാലിറ്റിയിൽ അവിടെ നിന്ന് ഒരു 2 സെക്കൻഡ് ആയപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലെത്തി. ഈ പേഷ്യൻറ്റിനെ വിത്ത് O2ൽ കൊണ്ടുപോയ സമയത്ത് കോട്ടയം അവിടെ കൊണ്ടുവന്ന സമയത്ത് ഒരു 98 ഉണ്ടായിരുന്നു സാച്ചുറേഷൻ. ഓക്സിജൻ ലെവൽ 98 ഉണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഇറക്കി. O2 ട്രോളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമയം കളയണ്ട. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തും വേറെ ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ് കാഷ്വാലിറ്റി. പെട്ടെന്ന് തന്നെ ഒരു നിമിഷം പോലും നമ്മൾ കളയാതെ O2 ട്രോളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഞാൻ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോയി. കാഷ്വാലിറ്റി എത്തിയതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ ആ അറ്റൻഡറിനോട് പറഞ്ഞു O2 കണക്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ പ്രോബ്ലം ഉള്ളത് ഫുള്ളും നമ്മൾ ഹിസ്റ്ററി എടുത്താണ്, നമുക്കറിയാം. അപ്പം പേഷ്യൻറ്റിൻ്റെ ഒരു ഹെൽത്ത് നോക്കി O2 കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി അത് കേട്ട ഭാവം നടിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ ആളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആൾ അപ്പുറത്തുള്ള അവിടെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി അവിടെ വേറൊരാളുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ പുള്ളിയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻവൈരാഗ്യത്തിലാണ് പുള്ളി ഇപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തത്. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റി ഞാൻ അവിടെ നല്ല തിരക്കുണ്ട്. ഞാൻ അവിടെ ഒരു നേഴ്സിന് ഇതുപോലെ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തു. സാച്ചുറേഷൻ ഫോളുള്ള പേഷ്യൻ്റാണ്, പൾമിനറി എഡിമയുള്ള കണ്ടീഷനുള്ള പേഷ്യൻ്റാണ് എന്നെല്ലാം പറയണം. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വൈറ്റൽസ് ചെക്ക് ചെയ്യുക, വൈറ്റൽസ് നോക്കിക്കൊണ്ടിരിക്കുക, കഫ് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു O2 ഒന്ന് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തിരക്കുകൾ എനിക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു ആ അറ്റൻഡറിനോടൊന്ന് പറയുമെന്ന് പറഞ്ഞപ്പം ആ തിരക്ക് മാനിച്ച് എൻ്റെ ഡ്യൂട്ടി അല്ല, ഞാൻ ആ ആളോട് വീണ്ടും ചെന്ന് പറഞ്ഞു ചേട്ടാ O2 വേണം. ആ ആൾ മുഖഭാവം ഞാൻ പറഞ്ഞത് മൈൻഡ് പോലും ചെയ്യാതെ അവിടെ വീണ്ടും നിന്നു. അപ്പം ആ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഷർട്ടാണ് അവരിടുന്നത്. വേറൊരു ചേട്ടനോട് എന്ന് പറഞ്ഞു. ആ ചേട്ടൻ അപ്പോൾ അവിടെ വേറൊരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള വേറെ ആരോടും പറയുമോ? അത് ഞാൻ കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, തിരക്കൊണ്ടല്ലേ. ഈ പുള്ളിയോട് പറഞ്ഞപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ നേഴ്സ് പറയട്ടെ എന്ന്. അവർ പഠിച്ച അതേ ക്വാളിഫിക്കേഷനോടെ പാസ്സായ ഒരു നേഴ്സാണ് ഞാനും. ആ നേഴ്സ് പറയട്ടെ. ഇത് വൈരാഗ്യം കൊണ്ട് മാത്രം ചെയ്താണ്. ആ വ്യക്തി പുറത്തോട്ട് പോയി. ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് 2:57 ഞാൻ ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത്. ഒരു 8-9 മിനിറ്റോളം O2 കണക്ട് ചെയ്യാതെ അവിടെ വെച്ചിരുന്നു. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഏറ്റവും വലുത് ഒരു രോഗിയുടെ ജീവനാണ്. പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ 98 വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഞാൻ പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് എനിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എൻ്റെ.
ഞാൻ നോക്കിയപ്പോൾ 95 ഉണ്ട്. 95 നോർമലാണ്, പറയുന്നില്ല. പക്ഷെ 98-ൽ നിന്ന് 94-5 നോക്കിയപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അവരോടുള്ള നേഴ്സിനോട് പറഞ്ഞു, 2 അറ്റൻഡേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു O2 വേണം, ഇതുവരെ അവർ കൊണ്ടു തന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മറ്റുള്ള നേഴ്സുമാരെ ഞാൻ കുറ്റം പറയില്ല, അവർ വളരെ മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. O2 കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും അവരോട് സംസാരിച്ചത്. അവരപ്പോൾ അവിടെ ഉള്ളൊരു ഹെഡ് നേഴ്സാണ്. ആ പുള്ളിക്കാരി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, 95 ഇല്ലേ പേഷ്യൻറ്റിന്, പിന്നെന്താണ് കുഴപ്പം, 95 ഇല്ലേ. 95 ഞാൻ പറഞ്ഞു 95 ഉണ്ട്, പക്ഷേ പേഷ്യൻറ്റിന് സാച്ചുറേഷൻ ഫോൾ ഉള്ള കണ്ടീഷനുള്ള ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റാണ്, പൾമണറി എഡിമ ഉള്ള പേഷ്യൻ്റാണ്. നോക്കിയപ്പോൾ ഈ സംസാരത്തിൻ്റെ അടുത്ത് തന്നെ 95 94-ലായി, വീണ്ടും അത് 95-ലായി. അങ്ങനെ ഒരു അവസ്ഥ എന്തിനാണ് ഒരു രോഗിയിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം വേറൊരു വെള്ള ഷർട്ടിട്ട ഒരു അറ്റൻഡർ വന്നിട്ടാണ് O2 കണക്ട് ചെയ്തത്. അവരവിടെ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ 95 ഇല്ലേ. അത് ഒരിക്കലും അവരത് കൂട്ടാനല്ല ശ്രമിക്കുന്നത്, ഞാൻ കൂട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. എൻ്റെ കൂടെ എൻ്റെ ബൈസ്റ്റാൻഡേഴ്സും ഉണ്ടായിരുന്നു. ഒരാൾ OP ടിക്കറ്റ് എടുക്കാൻ പോയി, കൂടെ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം O2 കണക്ട് ചെയ്ത് എന്തിനപ്പോൾ അവർ O2 കണക്ട് ചെയ്തു? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ നോർമൽ ആണെങ്കിൽ അവർ എൻ്റെ അടുക്ക് അത്രയും നേരം വഴക്കിട്ടുണ്ടെന്നപ്പോൾ എന്തിനാണ് അപ്പം കൊണ്ടുവന്ന് O2 കണക്ട് ചെയ്തത്? കാരണം പേഷ്യന്റ് സാച്ചുറേഷൻ 94-ൽ എത്തിയിട്ടുണ്ട്, വീണ്ടും അത് കുറയാതിരിക്കാനാണ്. ഈ സിറ്റുവേഷൻ ആദ്യമേ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ O2 കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ആ അറ്റൻഡറിന് ആ O2 അപ്പം പറഞ്ഞപ്പോൾ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന സമയത്ത് തന്നെ കണക്ട് ചെയ്യാമായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്. ഒരു പേഷ്യന്റിനെ റിസീവ് ചെയ്യുമ്പോൾ ആശുപത്രി പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട അവർ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോലി ചെയ്യുക. അതാണ് ഞാൻ പറയാനുള്ളത്. ഈ പുള്ളിക്ക് എന്നോടുള്ള വൈരാഗ്യം വരാൻ കാരണം ഇതിനു മുന്നേ 79-80 സംതിങ്ങിൽ അത്രയും സാച്ചുറേഷൻ കുറഞ്ഞൊരു പേഷ്യന്റിനെ ഫുൾ ലിറ്ററി വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ജനലിൽ കൂടെ വിളിച്ചു പറഞ്ഞു O2 ട്രോളി വേണമെന്ന് വളരെ ഉറക്കെയാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പോൾ ആ പുള്ളി O2 ഇല്ല എന്ന് എന്നോട് തിരിച്ച് ഷൗട്ട് ചെയ്തു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പേഷ്യന്റെ കണ്ടീഷനാണ്. പേഷ്യനെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലല്ല കയറ്റിയത്, എമർജൻസി RRൽ കയറ്റിയിട്ട് ബൈപ്പാപ്പാണ് വെച്ചത്. അത്രയും നോർമലായി, അത്രയും ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നത്. അപ്പോൾ ആ വ്യക്തി അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റ് ഡ്രൈവറിനോട് ഈ സംഭവത്തിന് ശേഷം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പുതിയ ആളായോണ്ടാണ്. ഞാൻ പുതിയ ആളായാലും എന്താ, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഇന്നലെ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് ഡ്രൈവർ അന്നൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വെച്ച് പുള്ളി എന്നോടത് പറയാതിരുന്നത്. അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ പറയാതിരുന്നു. ഓക്കെ, അത് വിട്ട കേസാണ്. പക്ഷേ എന്നോടുള്ള വൈരാഗ്യത്തിൽ ഓക്കെ ഞാൻ അഡ്മിറ്റായി, ഞാൻ മരിക്കാറായി കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പുള്ളി എന്നോട് ആ വൈരാഗ്യം ചെയ്തതിൽ എനിക്ക് കുഴപ്പമില്ല. എന്നാൽ ഞാൻ കൊണ്ടുവന്ന രോഗിക്ക് കൃത്യസമയത്ത് O2 കൊടുക്കാതെ ആ വ്യക്തിയുടെ മൈൻഡാണ്, എന്തൊരു ക്രൂവൽ മൈൻഡാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു നേഴ്സ് എന്നെ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് അവരവരുടെ തെറ്റ് അംഗീകരിക്കാതെ ന്യായീകരിക്കുകയാണ്. അവരുടെ ന്യായീകരണം എന്ന് പറഞ്ഞാൽ 95 ഇല്ലേ പേഷ്യന്റിന്, സാച്ചുറേഷൻ 95 ഇല്ലേ, 95-ന് 94 ആയി. നിങ്ങൾ അവിടുത്തെ അന്ന് നടന്ന സംഭവം CCTV വിഷ്വൽസ് നിങ്ങൾ പുറത്ത് വിടണം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അത് ചെക്ക് ചെയ്യണം. ആ പേഷ്യന്റിനെ ഞാൻ കൊണ്ടുവന്ന സമയം എത്ര സമയം കഴിഞ്ഞാണ് ആ പേഷ്യന്റിന് O2 കണക്ട് ചെയ്തത്. ഞാൻ O2 വേണമെന്ന് പറഞ്ഞ അറ്റൻഡർ അവിടെ മറ്റൊരാളുമായിട്ട് ഇതിന്റെ ആവശ്യം പറഞ്ഞിട്ട് മറ്റൊരാളുമായിട്ട് കൂളായിട്ട് അവിടെ സംസാരിച്ച് നിന്നു. അതാണ് എനിക്ക് ഏറെ വിഷമമുണ്ടായ ഒരു കാര്യം. ഇത് ബൈസ്റ്റാൻഡർ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ സിസ്റ്റർ എനിക്കൊട്ടും താല്പര്യമില്ല. ഈ സിസ്റ്റർ എന്നെ കൂടെ വരാൻ പറഞ്ഞ് അവിടെ ഉള്ളൊരു റൂമിൽ കൊണ്ടുപോയി. അവിടുത്തെ ഹെഡാണോ നഴ്സിംഗ് ഓഫീസറാണോ എന്നൊന്നത്തില്ല, ഒരു മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആ മേഡത്തിൻ്റെ അടുക്ക് കറക്റ്റ് സംഭവം പറഞ്ഞില്ല. ഞാൻ കാഷ്വാലിറ്റി കിടന്ന് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ ബഹളം ഉണ്ടാക്കിയെന്ന് അവർ ചോദിച്ചില്ല. അറ്റൻഡേഴ്സിന് എടുക്കെ O2 വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഞാൻ അത്രയും ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് അവർ ആ O2 കണക്ട് ചെയ്തത്. അതുകൂടെ നിങ്ങൾ ഓർക്കുക. ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ചെയ്തത് മുംബൈയിലായിരുന്നു. മുംബൈയിലൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഞാനും ഇതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗൈനക് വാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെയേറെ മാന്യമായിട്ടാണ് ഞങ്ങൾ രോഗികളോടാണേലും രോഗികളുടെ ബന്ധുക്കളോടാണേലും മറ്റ് സഹപ്രവർത്തകരോടാണേലും നമ്മൾ പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഇവരെ പോലുള്ള സീനിയർ നേഴ്സുമാരെ കണ്ട് എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത്? അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയത് ഓക്കെ, നിങ്ങളുടെ കഴിവാണ്. നമ്മൾ അതിന് അത്രയും കഴിവ് നമുക്കില്ല, സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ രാപ്പകലില്ലാതെ പഠിച്ച്
പാസ്സായി നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനും. ആ റൂമിൽ കൊണ്ടുപോയി എന്നെ ആ വ്യക്തി സംഭവം എന്താണ് എന്ന് പോലും മുഴുവനായിട്ട് കേൾക്കാതെ അവരെന്നോട് ചോദിച്ച ചോദ്യം, എന്തിനാണ് ഞാൻ പേഷ്യന്റെ കണ്ടീഷൻ പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, എന്തിനാണ് ഐസിയുവിൽ അഡ്മിറ്റ് ആയിരുന്ന പേഷ്യന്റിനെ നിങ്ങൾ നിങ്ങളുടെ ആംബുലൻസിൽ കൊണ്ടുവന്നേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഞാൻ അവരോട് ചോദിച്ചില്ല അവർക്ക് എന്ത് എന്നെ ചോദ്യം ചെയ്യാനുള്ള എന്ത് റൈറ്റ്സ് ആണ് അവർക്കുള്ളത്? പിന്നെ അവർ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയാം. ഡോക്ടർ റെഫർ ചെയ്ത പേഷ്യന്റ് ആണ്, BLS സപ്പോർട്ട് ഉള്ള ഒരു ആംബുലൻസ് മതി. കാരണം ഈ ആംബുലൻസിലും പേഷ്യന്റ് പെട്ടെന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇതിലുണ്ട്. O2 സപ്പോർട്ട് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ പേഷ്യന്റ് പെട്ടെന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇതിലുണ്ട്. O2 സപ്പോർട്ട് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ എമർജൻസി മെഡിസിനും ആംബു ബാഗും എല്ലാം ഉള്ളതാണ്. എന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. അതുപോലെ ബൈസ്റ്റാൻഡറിന് സമ്മതമാണ് ഈ ആംബുലൻസിൽ കൊണ്ടുവരാൻ. പാവങ്ങളായ സാധാരണക്കാർ എന്താവശ്യത്തിന് നമ്മളുടെ 108 വിളിക്കാറുള്ളത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ഉത്തരവാദിത്തത്തോടുകൂടി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരുന്നവരും ഉണ്ട്. ഞാൻ കണ്ടീഷൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റും, പേഷ്യന്റെ കണ്ടീഷൻ അവിടം വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഐസിയു ആംബുലൻസ് ഉണ്ട്, അതുകൊണ്ട് അത്രയും വലിയ ഇതിലോട്ട് ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ പേഷ്യന്റ് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ ഉത്തരവാദിത്തം പറഞ്ഞോളാം. അതിന് ഉള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ പേഷ്യന്റിനെ കൊണ്ടുവന്നത്. ആ പേഷ്യന്റ് അവിടെ കൊണ്ടുവരണം വരെ ഒരു കുഴപ്പമില്ല. 98 ഉള്ള പേഷ്യന്റിനെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ഓർക്കണം. ഞങ്ങളുടെ ജീവന് ഞങ്ങൾ വില കൊടുക്കുന്നില്ല. എത്ര സ്പീഡിൽ നമ്മൾ പോകാൻ പറ്റും. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ട്. ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് 12 മണിക്കൂർ ആ ഡ്യൂട്ടി എങ്കിലും ഒരു എമർജൻസി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം 8 മണി വരെ ഡ്യൂട്ടി ഉള്ളു. 8 മണിക്ക് കേസ് വിളിച്ചു. നമ്മൾ 8 മണിക്ക് തന്നെ പോയി ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു. അത് ഒരു മാനസിക പരിഗണന. ഒരുപാട് ആംബുലൻസ് ഡ്രൈവേഴ്സ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നു. നേഴ്സുമാർ മരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡ്യൂട്ടിയിൽ ഒരുപാട് റിസ്കുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവനോടെ തിരിച്ച് ചെല്ലണമെന്നില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെക്കാളും കൂടുതലും ജീവിതത്തിൽ വളരെയേറെ മല്ലുപിടിച്ചാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ഞങ്ങള് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും ഡ്യൂട്ടി ചെയ്യുന്നത്. ഗവൺമെന്റിൽ നമ്മൾ PSC എഴുതി കിട്ടിയിട്ടില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നേഴ്സ് എന്ന നിലയിൽ എല്ലാവരും ഒരുപോലാണ്. വേണ്ട, അത്രയും പരിഗണന നിങ്ങൾ തരണ്ട. പക്ഷെ പുച്ഛിക്കാതിരിക്കുക. എനിക്ക് അവിടെ ഉള്ള നേഴ്സിംഗ് ആ ആൾ ആരാണോ, ആ ആളുടെ പദവി എന്താണെന്നും അറിയില്ല. അവിടെ ഒരിക്കലും ഇരിക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, പേഷ്യന്റിന് 95 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്റെ അടുക്ക തർക്കിക്കുന്ന സമയം കൊണ്ട് ആ പേഷ്യന്റ് O2 കണക്ട് ചെയ്താൽ എന്തായിരുന്നു നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അത് നമ്മൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ? എനിക്കതാണ് ആക്കാൻ പറ്റാത്ത ഒരു കാര്യം. അവിടുത്തെ അറ്റൻഡറിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. തെറ്റ് കണ്ട അത് ചൂണ്ടിക്കാട്ടി സംസാരിക്കും. കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആ നേഴ്സിംഗ് അവിടെയുള്ള ആ മേഡം ആണേലും അത് തന്നെയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് എനിക്ക് അവരോട് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അവരെ ഈ സിസ്റ്റർ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഈ സിസ്റ്റർ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. അത്ര അവിടെ വേറെ ആളുകളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് എന്നെ വ്യക്തിഹത്യ ചെയ്തത്. വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഇത് കാണേണ്ടത് തന്നെയാണ്. ഒരു നേഴ്സായ എന്റെ അടുക്ക് ഇങ്ങനെയാണ് ഇവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അടുക്ക് എങ്ങനെയൊക്കെ ഇവർ പെരുമാറുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതിനു മുന്നേ പലരും കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടുണ്ട്. ഇവരുടെ ഈ ഒരു ജീവനക്കാരുടെ ഇവിടെ കാഷ്വാലിറ്റിയിലെ അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് താഴെയുള്ള കമന്റ് പലരും വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആളുകൾ കടം വാങ്ങിച്ച് പോകുന്നതിന്റെ മെയിൻ കാരണം ഞാൻ പറയാം, ഇവരുടെ ആറ്റിറ്റ്യൂഡാണ്. അവർ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന പ്രോട്ടോകോൾ നമുക്ക് തന്നെ വളരെ സന്തോഷമാണ്. നമ്മൾ ആംബുലൻസിൽ പേഷ്യന്റിന് ഡോർ തുറക്കുമ്പോൾ തന്നെ അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് പേഷ്യന്റിനെ റിസീവ് ചെയ്യാൻ. അവർക്കും അവിടെ തിരക്കുകളുണ്ട്. ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനോടും നമ്മളോടും വളരെ മാന്യമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. നമുക്ക് കേസ് മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അസൈൻ വരുമ്പം ഈ ബൈസ്റ്റാൻഡേഴ്സ് റിക്വസ്റ്റ് തരുവാണ്, അവിടെ വേണ്ട പ്രൈവറ്റ് ഹോസ്പിറ്റൽ. നമ്മളിവിടെ അടുത്ത് പരിമല ഹോസ്പിറ്റൽ, KM ചെറിയാൻ എടുത്തു പറയേണ്ടതാണ്. KM ചെറിയാൻ, പരിമല ഹോസ്പിറ്റൽ, പുഷ്പഗിരി അല്ല,
വേറെ ഹോസ്പിറ്റലും കൂടി ഉണ്ടായിരുന്നു, സഞ്ജീവനി, അങ്ങനെയുള്ള കുറെ ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോയ സമയത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ വാങ്ങുന്ന പൈസക്ക് അതുപോലെ നല്ല രീതിയിൽ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ നമ്മളുമായിട്ട് ഒരു റിലേഷനാണ് അവർ കീപ്പ് ചെയ്യുന്നത്, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് വരാതെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ മെയിൻ കാരണം അവിടെ ചികിത്സ അവർക്ക് നല്ല രീതിയിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു പ്രശ്നം എന്നിട്ടും ഞാൻ ക്ഷമിച്ചിട്ട് എന്റെ പ്രോഗ്രാം മാനേജറിനെ ഇവിടെയുള്ള ഈ വ്യക്തി തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതുപോലെ കാഷ്വാലിറ്റി വന്ന് ബഹളം ഉണ്ടാക്കി എന്നുള്ളത്. അതുപോലെ എന്റെ മറ്റുള്ള ആംബുലൻസിലെ ആളുകൾ ചെല്ലുന്നവരോടെല്ലാം ഇതുപോലെ ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായി, ഈ സ്റ്റാഫ് 108 സ്റ്റാഫ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പലരോടും പറഞ്ഞ് എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു നേഴ്സിന് ആദ്യം വേണ്ട ക്വാളിഫിക്കേഷൻ? നേഴ്സിംഗ് ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ, സിമ്പതി, എമ്പതി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പേഷ്യന്റ് എടുക്കാൻ മാന്യമായിട്ട് പെരുമാറുക എന്നൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ എടുക്കുകയല്ല തീർക്കേണ്ടത്. അല്ല, പാവങ്ങളായ ആള് ഒരു നേഴ്സായ എന്റെ അടുത്ത് ഇവര് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന തെറ്റ് ചെയ്ത്, ഓക്കെ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം, ഞാൻ അതിന് ക്ഷമയും ചോദിക്കാം. എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ടിന് ഞാൻ ലെറ്റർ കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഈ ലെറ്റർ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ അവരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. സാധാരണക്കാരായ ആളുകൾ പോലും നമ്മുടെ ആംബുലൻസിൽ പേഷ്യന്റിനെ കയറ്റുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താണ്? കാരണം വേറൊന്നുമല്ല, അവിടുത്തെ ജീവനക്കാരുടെ മനോഭാവം, അല്ലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലതാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ചികിത്സ അത്രയും നല്ലതായിട്ട് അവർക്ക് അവിടെ കിട്ടുമെന്നത് ഉള്ളത് കൊണ്ട് മാത്രമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും ഞാൻ പറയുന്നില്ല, വളരെയേറെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഞാൻ അവിടെയുള്ള മാന്യമായിട്ട് പെരുമാറിയ നഴ്സുമാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള 2-3 വ്യക്തികളാണ് നിങ്ങളുടെ ആ ഒരു ആശുപത്രിയെ മുഴുവനായിട്ട് പറയിപ്പിക്കുന്നത്. എന്റെ മെന്റൽ ഹെൽത്ത് വളരെ മോശമായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ എന്റെ അക്കൗണ്ടിൽ കാണണമെന്നില്ല, ഇത് എത്തേണ്ടവരിൽ എത്തിക്കുക. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ അവിടെ പേഷ്യന്റിന് വേണ്ടി സംസാരിച്ച ആ അറ്റൻഡറിന്റെ പേരെനിക്കല്ല, ആ അറ്റൻഡർ, അതുപോലെ തന്നെ ആ അറ്റൻഡറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എന്റെ സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ എന്റെ അടുക്ക ഷൗട്ട് ചെയ്ത ആ സീനിയർ നേഴ്സ്, അതുപോലെ തന്നെ ആ സീനിയർ നേഴ്സ് എന്നെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ ഇടയിൽ എന്നെ അപമാനിക്കുകയും അവിടുത്തെ ഒരു മേഡവും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ, പക്ഷെ തെറ്റിനെ തെറ്റായിട്ട് അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങളെ പോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ അവിടെ വെക്കുമ്പോൾ നിങ്ങൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാം, തെറ്റ് കണ്ടാൽ തെറ്റിനെതിരെ ചൂണ്ടിക്കാട്ടുക. കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടേ. ഞങ്ങൾക്കും ഇതുപോലെ തന്നെ HR കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിഷ്മെന്റ് വരും, ഞങ്ങളത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതാണ് വേണ്ടത്. ഈ സീനിയർ നേഴ്സിനെ കണ്ട് എങ്ങനെയാണ് ഞങ്ങളെപ്പോലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള നേഴ്സുമാർ കണ്ടുപഠിക്കേണ്ടത്? സാധാരണക്കാരായ ആളുകളെ ഒരു പിഴവ് മൂലം, ആശുപത്രിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ ചികിത്സാ പിഴവ് മൂലം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇന്നും എന്റെ ഒരു കുടുംബാംഗം എന്റെ കൂടെ ജീവിച്ചിരുന്നേനെ. ആ ഒരു ബുദ്ധിമുട്ടല്ല, ആ ഒരു വേർപാട് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ജോലിയിൽ വളരെയേറെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് ഞാൻ. എന്നെക്കൊണ്ട് നിങ്ങളുടെ ആശുപത്രിയിൽ ഒരു ആക്സിഡന്റ് കാരണം എവിടെങ്കിലും ഒരു ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ആ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആ പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. നിങ്ങളുടെ ഡോക്ടർമാരുടെ കൈകളിലും നേഴ്സുമാരുടെ കൈകളിലും ആദ്യം കിട്ടുന്നതിന് മുമ്പേ നമ്മളുടെ ഈ കൈകളിലാണ് കിട്ടുന്നത്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ ജോലിയിൽ എനിക്ക് ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ കാരണം നിങ്ങൾ മടുപ്പിക്കുകയാണ്. നേഴ്സിംഗ് എന്ന ജോലി തന്നെ മടുത്തു പോവുകയാണ് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ കാരണം. എന്ത് മോട്ടിവേഷനാണ് നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്?
ഓക്കെ, ഗവൺമെന്റ് ജോലി ചെയ്യാനുള്ള കഴിവ് ഇല്ല, അല്ലെ അതിനുള്ള നിങ്ങളുടെ അത്രയും കഴിവില്ല, സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നേഴ്സ് എന്ന ഒരു പദവി ഉണ്ട്, അത് മതി. പക്ഷെ ഇങ്ങനെ ഓരോ ആളുകൾ ഈ ഒരു മനോഭാവം മാറണം. ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും കൂടുതലും അങ്ങോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. എനിക്കെതിരെ എന്റെ മേലധികാരികളെ വിളിച്ച് പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല. ഇനി എന്റെ ജോലി പോകണമെന്ന് പറഞ്ഞാലും അല്ല എന്റെ ജോലി കളയാൻ നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. കാരണം ഒരു സാധാരണക്കാരന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഇതിനു വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുമ്പം എന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഞാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് തീരുമാനിച്ചതന്നെ ഞാൻ മുന്നോട്ട് ഇറങ്ങിയതാണ്. ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ എന്റെ ഭാഗത്തൊരു തെറ്റില്ലാഞ്ഞിട്ടും എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്റെ സഹപ്രവർത്തകരോട് എന്നെ പറ്റി മോശമായിട്ട് ഇപ്പോഴും അവർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് എന്റെ ഭാഗത്തൊരു തെറ്റില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, അതെന്റെ കടമയാണ്. ഒരു നേഴ്സ് എന്ന നില അതെന്റെ കടമയാണ്. ഒരിക്കലും ഒരു നേഴ്സ് ഇങ്ങനെ ആവരുത് എന്ന് പഠിപ്പിച്ചു തന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സിസ്റ്ററിനെ ഓർക്കുന്നു.